വളരെ സിമ്പിളായിട്ട് തനി നാടൻ സ്റ്റൈലിൽ നമുക്കൊരു കക്കറച്ചി റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു സവോളയാണ് എടുത്തേക്കുന്നത്. അത് അത്യാവശ്യം പൊടിയായിട്ട് തന്നെ അരിഞ്ഞിടുക. ഇതിലോട്ട് 4 കഷ്ണം ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഒരു പച്ചമുളകും ചെറുതായിട്ട് തന്നെ ഇടുക. നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കാം. അതിലോട്ട് എണ്ണ ആഡ് ചെയ്ത് എണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ അതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേനും അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് 2 വശം ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും അതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി അതിലൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കളർ ഷെയ്ഡ് അത്യാവശ്യം ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കതിലോട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് ഒരല്പം നമ്മൾ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിലൂടെ അല്പം നമ്മൾ പൊടിച്ചെടുത്ത കുരുമുളകാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ കഴുകി വെച്ചേക്കുന്ന കക്കറച്ചി അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അത് മസാലയായിട്ട് കക്കറച്ചി മിക്സ് ചെയ്തെടുക്കാം. അത് അത്യാവശ്യം നല്ലപോലെ ആ ഒരു തീയിൽ റോസ്റ്റായി വരണം. അത്യാവശ്യം കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരല്പം വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കണേ.